ഈശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മാറ്റിയിടേണം. എത്രയും സ്നേഹമുള്ള അതിവൈദികരെ ദൈവജനമേ, നമ്മളെല്ലാവരെയും പ്രിയപ്പെട്ടവനായ സിബിശ്മാസിനെ ഇന്ന് കൊറിയോ സ്ഥാനത്ത് നിന്നും എഫ്ദയിക്കുന്നോ സ്ഥാനത്തേക്ക് അങ്ങോട്ട് ഉയർത്തുകയാണ്. സഭയിൽ തിരുവെഴുത്തുകൾ നാം പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിൽ തന്നെ അപ്പോസ്തല പ്രവൃത്തികളിലും പ്രത്യേകിച്ച് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിലും സഭയിൽ സ്ലീഹന്മാരുടെ കാലം മുതൽ തന്നെ സ്ലീഹന്മാരെ കൂടാതെ കശീശന്മാരും ശമാശന്മാരും ഉണ്ടായിരുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. ശുദ്ധമുള്ള പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ ശമാശന്മാരെ കുറിച്ച് ഒരു ഉത്തരവാദിത്തെക്കുറിച്ച് യോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നീട് സഭ വളർന്നപ്പോൾ ഈ 3 വിഭാഗങ്ങളിലും ഉപവിഭാഗങ്ങളിലും സ്ഥാപിക്കുവാനായിട്ട് ക്രമീകരിക്കുവാനായിട്ട് പരിശുദ്ധ നിയോഗത്താൽ സഭയ്ക്ക് ഇടയായിത്തീർന്നു. അതിലെ ശമാശന്മാരുടെ തുടക്കത്തിലെ ഗണത്തിലാണ് കോറിയോ അഥവാ വായനക്കാരൻ. അദ്ദേഹം ഇപ്പോൾ ആ സ്ഥാനത്താണ്. നമ്മുടെ എല്ലാ ആരാധനകളിലെ കുർബാന ശുശ്രൂഷകളിലൊക്കെയും തിരുവെഴുത്തിൽ നിന്നുള്ള വായനകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് വായിക്കുവാനുള്ള പ്രത്യേക നിയോഗമാണ്. ഇന്ന് എഫ്ദയിക്കുന്നോ സ്ഥാനം ചിലപ്പോഴൊക്കെ ഹാഫ് ഡീക്കൺ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അവക്കിൻ്റെ അർത്ഥം ഡോക്കീപ്പ് പോട്ട് അല്ലെങ്കിൽ വാതിൽ കാവൽക്കാരൻ എന്നാണ്. പൂർവിക കാലത്ത് വിശ്വാസ പ്രമാണം വരെയുള്ള സമയത്ത് മാത്രമേ വിശ്വാസം പഠിച്ചുകൊണ്ടിരുന്നവർക്ക്, അതായത് ശേഷം മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് സംബന്ധിക്കുവാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. വിശ്വാസ പ്രമാണത്തിൻ്റെ സമയം കഴിഞ്ഞാൽ സ്നാനമേറ്റ് മാമോദീസ എന്ന കുദാശ സ്വീകരിച്ചവർക്ക് മാത്രമേ പിന്നീടുള്ള കുർബാന ഭാഗത്ത് സംബന്ധിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് മറ്റുള്ളവരെയൊക്കെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുകയും വാതിലടയ്ക്കുകയും വാതിൽ കാവൽക്കാരനായിട്ട് നിലകൊള്ളുകയും ചെയ്യണം. ഈ വാതിൽ കാവൽ എന്ന് പറഞ്ഞാൽ ഈ കാര്യം മാത്രമല്ല, അതോടൊപ്പം തന്നെ മദ്വായിലെ തിരി കത്തിച്ച് വെക്കുന്നതിനും ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെയും എഫ്ദയിക്കുന്നൊക്കെയാണ് ഉത്തരവാദിത്വം. ഈ വാതിൽ കാവലും തിരികത്തിക്കലും നമ്മുടെ ഭൗതികമായ അർത്ഥത്തിൽ തന്നെ എടുക്കുമ്പോൾ തന്നെ വിശ്വാസം എന്ന ദീപം കെടാതെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം, അതുപോലെ തന്നെ സഭയിലേക്ക് അന്യവിശ്വാസങ്ങൾ കടന്നു വരാതെ നോക്കുവാനുള്ള ഉത്തരവാദിത്വവും എഫ്ദയിക്കുന്നോയ്ക്ക് ഉണ്ട്. സ്നേഹമുള്ളവരെ, അനുഗ്രഹ ശുശ്രൂഷ നടത്തുമ്പോൾ എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം അതിൽ സംബന്ധിക്കണമെന്ന് ശമാശൻ്റെ ഈ എഫ്ദയിക്കുന്നോ സ്ഥാനപ്രാപ്തി അദ്ദേഹത്തിനും ഭവനത്തിനും ഇടവയ്ക്കും സഭയ്ക്കും അനുഗ്രഹത്തിനായി ഭവിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഒന്നാമത്തെ ശുശ്രൂഷയുടെ ആരംഭമായി അമൂലൂക്കിയ അഥവാ വിശ്വാസസംബന്ധമായ കാര്യങ്ങൾ ഉള്ള ഉപദേശം, അത് ശമാശൻ ഒരിക്കൽ ഇവിടെ വെച്ച് തന്നെ വളരെ വിശുദ്ധമായി നൽകിയിട്ടുള്ളത് കൊണ്ട് ഇന്ന് ചുരുക്കമായിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ കാര്യങ്ങളൊക്കെയും ശമാശൻ ഓർത്ത് അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളണം. ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അമൂലൂക്കിയ എല്ലാവർക്കും ഇരിക്കാം. നിൽക്കാൻ പറയുന്ന സമയത്ത് മാത്രം നിന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇരിക്കാം. ശമാശന് പുറത്ത്
പിതാമത്തിനും പരിസറൂഹായുമായ സത്യമുള്ള ദൈവത്തിൻ്റെ തിരുനാമത്തെ തനിക്ക് സ്തുതി. നമ്മുടെ മേതൻ്റെ കന്നകൾ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. മിശിഹായ നമ്മുടെ സഹോദരൻ, സത്യവിശ്വാസൽ വാത്സല്യവാനും ആത്മീയപുത്രനും വലത്തെ അവയവമായവനെ നീ അറിയേണ്ടതെന്നാൽ, ഇപ്പോൾ ഉന്നതനായ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് സാമ്യവും സാദൃശ്യവുമില്ലാത്ത സ്ഥാനത്തേക്കും അടുത്തു വരുവാൻ നിനക്ക് മനസ്സായിരിക്കുന്നു. ബലഹീനും പാപിയും കുറ്റക്കാരനും ഇതുപോലെയുള്ള വലിയ ഉന്നതാവസ്ഥയ്ക്ക് അയോഗ്യനുമായ നാം മുഖാന്തരം വിലതീരാത്തമായ വലിയ വരം നീ കൈക്കൊള്ളുമ്പോൾ ജീവൻ നൽകുന്ന മിശിഹായുടെ രഹസ്യങ്ങളിന്മേൽ നീ സൂക്ഷ്മതയോടുകൂടി ഇരിക്കണം. ഇപ്പോൾ നമ്മുടെ മകനെ ഈ ഉന്നത സ്ഥാനത്തെ പ്രാപിപ്പാനും നിന്നെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരവും കർത്താവ് യേശു മിശിഹായുടെ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നവർക്ക് ന്യായമായ പ്രകാരവും വിരുദ്ധം കൂടാതെയും കറ കൂടാതെയും നടപ്പാനും നിനക്ക് എങ്ങനെ ന്യായമാകുന്നുവെന്ന് ആദ്യമായി നിന്നോട് അറിയിക്കുന്നു. മകനെ സത്യവിശ്വാസ വിരുദ്ധം കൂടാതെ കാത്തുകൊള്ളുവാൻ ആദ്യമേ നിനക്ക് ന്യായമാകുന്നു. അപ്രകാരം നമ്മുടെ കർത്താവ് യേശു മിശിഹ തൻ്റെ വിശുദ്ധ എവൻഗേലിയോനിൽ തൻ്റെ നിർമ്മല അശ്വന്മാരോട് കൽപ്പിക്കുകയും ആയത് അവ വിശുദ്ധ സഭയുടെ പുത്രന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അത്യവിശ്വാസികളായ സകല പിതാക്കന്മാരും മൽപ്പാന്മാരും അതിനെ അനുഗമിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ഉപദേശിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്തു. അത് 3 ഗ്നോമകളായ ഏകദൈവമായിരിക്കുന്ന പിതാവിലും പുത്രനും പരിസറൂഹായിലുമുള്ള വിശ്വാസമാകുന്നു. നിന്റെ വിശ്വാസം വായിലും നാവിലും ഹൃദയത്തിലും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഉണ്ടായിരിക്കണം. 3 ഗ്നോമകളിൽ ഒരുവനായ പിതാവാൻ ദൈവത്തിൻ്റെ അത്യന്തമില്ലാത്ത വചനമായവൻ തൻ്റെ പിതാവിൻ്റെയും തൻ്റെ റൂഹായുടെയും ഇഷ്ടത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ വസിക്കുകയും അവൻ്റെ മനുഷ്യ സ്നേഹത്താൽ അവൾ നിന്ന് ജഡമെടുക്കുകയും ചെയ്തുവെന്നും അവൻ കന്യയുടെ ഉദരത്തിൽ വസിച്ചിരുന്നപ്പോൾ സിംഹാസനത്തിന്മേൽ ഇരുന്നിരുന്നുവെന്നും തൻ്റെ കരുണകൾക്ക് സ്തുതി, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നുവെന്നും നീ അട്ടഹസിയേറ്റ് പറയണം. അത്യവിശ്വാസത്തെ നീ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും സ്നേഹന്മാരുടെ തലവനായ പത്രോസിനോടും അവൻ്റെ സഖാക്കളോടും 72 അറിയിപ്പുകാരോട് അഗ്നിമയനായ മൊറിഗ്നാത്തിയോസിനോടും യൂലിയോ ദിവനാസിയോ തനാസിയോ ബസേലിയോ ഗ്രിഗോറിയോ ദിയോസ്കോറോസ് എന്നിവരോടും പിതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും വായുടെ താക്കോലായിരുന്ന സെവേറിയോസിനോടും നീ ചേർന്ന് കൊള്ളുകയും വേണം. ഇന്ന് നമ്മുടെ മേൽ അധികാരിയായിരിക്കുന്ന മൊറൻ മൊറിഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിക്കീസ് ബാവായും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ശ്രേഷ്ഠ കത്തോലിക്ക അബോൻമോ ബസേലിയോസ് യൗസ്എഫ്നെയും അവരുടെ വഴികളിൽ നടക്കുന്ന ബലഹീനായ നമ്മെയും നമ്മോട് ചേർന്ന് നിൽക്കുന്ന, അതായത് പത്രോസിനടുത്ത് അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും ശ്ലൈഹിക സിംഹാസനത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദര മെത്രാപ്പൊലീത്തമാരെയും നീ അനുസരിക്കണം. നാം ശപിക്കുന്ന സകലത്തെയും നീ ശപിക്കുകയും നാം അന്യമാക്കുന്ന സകലത്തെയും നീ അന്യമാക്കുകയും ചെയ്യണം. അവിടുന്ന് ശപിക്കുന്ന സകലത്തെയും ഞാൻ ശപിക്കുകയും അവിടുന്ന് അന്യമാക്കുന്ന സകലത്തെയും ഞാൻ അന്യമാക്കുകയും ചെയ്യുന്നു. നാം കൈക്കൊള്ളുന്ന സകലത്തെയും നീയും കൈക്കൊള്ളണം. അവിടുന്ന് കൈക്കൊള്ളുന്ന സകലത്തെയും ഞാൻ കൈക്കൊള്ളുന്നു. നാം വിശ്വസിക്കുന്ന പ്രകാരം നീയും വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന പ്രകാരം നീയും ഏറ്റുപറയുകയും വേണം. അവിടുന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന പ്രകാരം ഞാനും വിശ്വസിച്ച് ഏറ്റുപറയുന്നു. മകനെ, നാം നിന്നോട് കൽപ്പിക്കുന്നതെന്തെന്നാൽ ഉന്നതനായ ദൈവത്തിൻ്റെ ദിവ്യ ശുശ്രൂഷയിൽ ന്യായമാകുന്ന പ്രകാരം മടികൂടാതെയും ക്ഷീണം കൂടാതെയും നീ നിന്നുകൊള്ളണം. വിനോദത്തിൽ നിന്നും ലഹരിയിൽ നിന്നും വേശ്യാവൃത്തിയിൽ നിന്നും അശുദ്ധതയിൽ നിന്നും കാമവികാരത്തിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും ക്ഷുദ്രത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും തർക്കത്തിൽ നിന്നും വാശിയിൽ നിന്നും കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഭിന്നതകളിൽ നിന്നും വേദവിരീതങ്ങളിൽ നിന്നും അസൂയയിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും നിന്ദ്യമായ മോഹത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഇതുപോലെയുള്ള സകലത്തിൽ നിന്നും നിന്നെ തന്നെ നീ കാത്തുകൊള്ളണം. ഇവളെ പ്രവർത്തിക്കുന്നവ സ്വർഗരാജ്യം അവകാശിക്കയില്ല എന്ന് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു എന്ന് ഭാഗ്യവാനായ പൗലോസ്ലീഹ പറയുന്നു. ഇവകൾ മനുഷ്യനെ ദൈവവാതുക്കൽ നിന്നും ദൂരെ ആക്കുന്നവകളാകുന്നു. ഇപ്പോൾ നമ്മുടെ മകനെ നീ കടലാസിൽ സ്ലീബ അടയാളം വരപ്പീൻ.
നാം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള വിശ്വാസ വിരുദ്ധം കൂടാതെ നീ കാത്തുകൊള്ളുമെന്നും നാം നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതെന്ന് ഒന്നിനും നീ വ്യത്യാസം വരുത്തുകയില്ല എന്നുള്ളതിലേക്ക് ഇത് ദൈവത്തിന് മുമ്പാകെയും തന്റെ മലാക്കന്മാരുടെ മുമ്പാകെയും കർത്താവിന്റെ ത്രോണോസിന് മുമ്പാകെയും ആചരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയും നിന്റെ സാക്ഷിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ തന്റെ സിംഹാസനത്തിന് മുമ്പാകെ നാമും നീയും മുഖപ്രസാദത്തോടെ നിൽപ്പാൻ ഇടയാകണം. നമ്മുടെ വചനത്തിന് നീ വ്യത്യാസം വരുത്തുകയും കൽപ്പനയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം വിധിയുടെ നാൾ ദൈവം നമ്മുടെ മധ്യേ വിധിക്കട്ടെ. ഈ കൽപ്പനയിൽ നാം മധ്യസ്ഥനാകൊണ്ട് അത്യുന്നതമായ സ്ഥാനത്തിലേക്ക് നാം നിന്നെ അടുപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ബിരുസറൂഹ നിന്റെ മേൽ ഇറങ്ങുവാനായി ഇപ്പോൾ നാം എഴുന്നേറ്റുന്ന സ്വർഗത്തിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്തുന്നു. നീ വിനയത്തോടെ ദൈവത്തെ അനുസരിക്കുന്നവനായിരിക്കണം. യാതൊരു വിധത്തിലും ദൈവം നിന്റെ മേ കോപിക്കാതിരിപ്പാനായി നീ നികളെയും മത്സരക്കാരനുമായി തീരരുത്. ഇപ്പോൾ ഇതാ നാം ദൈവത്തിന് മുമ്പാകെയും തന്റെ മലാക്കന്മാരുടെ മുമ്പാകെയും സഹോദരന്മാരുടെ മുമ്പാകെയും പരിസ്ഥന്മാരുടെ മുമ്പാകെയും ഹാജരായിരിക്കുന്ന ഈ ജനങ്ങളുടെ മുമ്പാകെയും എഴുന്നേറ്റ് നിൽക്കുന്നു. നാം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളവൾ ഒന്നിനും നീ വ്യത്യാസം ചെയ്യുകയില്ല എന്നുള്ളതിന് ഇവ നിന്റെ മേ സാക്ഷിയായിരിക്കട്ടെ. നീ വ്യത്യാസം ചെയ്താൽ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള സ്ഥാനത്തു നിന്ന് നീ അന്യനും ഉരിയപ്പെട്ടവനും നീ കൈക്കൊണ്ടിട്ടുള്ള ഈ ഉന്നത വരത്തിൽ നിന്നും ദൂരീകരിക്കപ്പെട്ടവനും ആയിരിക്കും. ഏത് നാൾ നീ നമ്മുടെ ബലഹീനതയ്ക്കെതിരായി നിൽക്കുകയും നമ്മുടെ കൽപ്പനകളെ ലംഘിക്കുകയും ചെയ്യുന്നുവോ അന്ന് നാം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള വരത്തിൽ നിന്നും നീ ഉരിയപ്പെട്ടവനായിരിക്കുമെന്നതിലേക്ക് നമുക്കും നിനക്കും മധ്യേ ബഹുമാന്യമായ സ്ലീബായുടെ അടയാളം സാക്ഷിയായിരിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളണം. നമ്മെയും ഇന്നെയും സകല ന്യായത്തിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷിപ്പാനായിട്ടും എൻ്റെ സന്നിധിയെ സന്തോഷത്തോടും നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള താലന്തുകളുടെ ലാഭത്തോടും കൂടെ നിൽപ്പാൻ നിന്നെ യോഗ്യരാക്കുവാനായിട്ട് ഇപ്പോൾ നാം കർത്താവ് യേശു മിശിഹായോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നീ ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കണം. തിരുശീല മുതലായ മദ്ബഹായുടെ അലങ്കാരങ്ങളിൽ യാതൊന്നും ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടപ്പാൻ നീ സമ്മതിക്കരുത്. എന്തെന്നാൽ ശുശ്രൂഷയിൽ ഉദാസീനതയാകുന്നു. മിശിഹാ നിന്റെ യോഗ്യത പോലെ നിനക്ക് പ്രതിഫലം നൽകാനായി നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും എല്ലായ്പ്പോഴും നിന്നെ കുറ്റം ചുമത്തുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിന്നോട് നാം കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നീ ആചരിക്കാത്ത പക്ഷം നമ്മുടെ കർത്താവായ യേശു മിശിഹായോട് നീ ഉത്തരം പറയേണ്ടി വരും. നിന്റെ തെറ്റുകളിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വചനങ്ങളെ നീ ആചരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആചാര്യന്മാരും ശുശ്രൂഷകനുമായി നാം നിന്നെ ഗണിക്കും. അനീതിയിൽ നിന്ന് ശണ്ടയിൽ നിന്ന് നിന്നെ രക്ഷിപ്പാനും ന്യായമായിരിക്കുന്ന പ്രകാരം പരിപാകതയോടും വെടുപ്പോടും കൂടെ നിന്നെ നടത്തുവാനും വിശ്വാസപൂർവ്വം നിന്നെ പരമേൽപ്പിച്ചിട്ടുള്ള താലന്തുകളെ പ്രവൃത്തികളുടെ പരിശോധന നടത്തുന്ന നാളിൽ മുഖപ്രസാദത്തോടും സന്തോഷത്തോടും കൂടുതൽ ലാഭത്തോടും കൂടെ കൊണ്ടുപോകുവാൻ നീ യോഗ്യനായി തീരുവാനും സകല കുറ്റങ്ങളിൽ നിന്നും നീ രക്ഷ പ്രാപിപ്പാനുമായി ഇപ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആയത് സത്യപ്രകാശത്തിൻ്റെ മാതാവായ വിശുദ്ധ കന്യക മറിയാമിൻ്റെയും സ്ലീഹന്മാരിൽ തലവനായ മോർ പത്രോസിൻ്റെയും എൻ്റെ കാവൽ പിതാവായ മോർ തോമാസ് സ്ലീഹായുടെയും ശേഷം സകല വിശുദ്ധന്മാരുടെയും സകല നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹതന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ.
Misafa Kuriakos Koruyo Kachade Mene Bia Sarahono Miso the Rishe Kulhun Ayode Hayusonoye Barakmo Bashmo Dabo Dabro Ruhayo Kadisho Aid Ol Ulmin Amin പരിശുദ്ധ റൂഹ നിന്നെ ഫുദയിക്കുന്ന സ്ഥാനത്തേക്ക് വിളിക്കുന്നു സ്വീകരിക്കുന്നു. കർത്താവേ, സത്യവിശ്വാസമാകുന്ന ഉറച്ച പാറമേ, നിന്റെ പരിസഭയെ നീ സ്ഥിരീകരിക്കണമേ. നിന്റെ ആശക്തി പ്രാപിച്ച പൂർണ്ണ സഹായങ്ങളിലും ദൈവിക ദാനങ്ങളിലും നിന്നിൽ നിന്ന് കൈക്കൊള്ളുമാറാകണമേ. അവയാ സഭാമക്കൾ നിന്റെ ആലയത്തിൽ വിസ്തയോടും നിർമ്മലതയോട് ശ്രോഷിവാൻ പ്രകാശത്തിനും അശരീരികളുമായ മാനഗണങ്ങളോടൊന്നിച്ച് പിതാവും പുത്രനും പരിസരവുമായ നിനക്ക് ഇന്നും സ്തുതി സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. എങ്ങനെ നിർമ്മലമാക്കും ബാലന്തന്മാർഗം നിൻ കൽപ്പന കാപ്പതിലല്ലോ. ഹല്ലേലൂയ. ആരാഞ്ഞൻ മുഴുവനമുട് നിന്നെ നിൻ ചട്ടെന്ന് മറവിയതെന്നിൽ ചേരരുതേ. സ്നേഹിച്ചേൻ അഖിലധനത്തേക്കാൾ നിൻ മാർഗം. ഹല്ലേലൂയ. നിൻ കൽപ്പന ധ്യാനിച്ചറിവേൻ നിൻ പാതയതോ. ശ്വലബോല ബ്രോവറൂഖോ കദീശോ ഉലകിനുടയോ ത്രേതംബോ പരിശുദ്ധത നൽകുന്ന റൂഹാതൻ തിരുനാമത്തെ ജാതികളെല്ലാം അവനരത വാഴ്ത്തി സ്തോത്രം ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിന്റെ ദൈവിക ദാനമാകുന്ന ധനം പ്രാപിപ്പാൻ ഈ നിന്റെ ദാസന് യോഗ്യത നൽകണമേ. ഇവന്റെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും സ്തോത്രവും നിനക്ക് ഇവൻ അണയ്ക്കുമാറാകണമേ. നിന്റെ പുനരാഗമനത്തിൽ നിന്റെ എതിരേൽപ്പിന് പുറപ്പെടുവാനും സ്വർഗത്തിലെ ആദിജാതന്മാരുടെ സഭയിൽ മാലാഖമാര ഗണത്തോടുകൂടി നിനക്കെന്ന് സ്തുതി പാടുവാനും ഞങ്ങൾക്കും നീ നിന്റെ മകനും നീ പ്രാപ്തി നൽകുമാറാകണമേ. ഓശോ ദൈവമേ, നിനക്ക് കൃപയും പ്രകാരനോട് കന്യണമേ.
നിന്റെ കന്യയുടെ പ്രകാരം എൻ്റെ പാപങ്ങളെ മായിച്ചു കൊള്ളണമേ. എന്റെ ന്യായനായ കഴുകി എന്റെ പാപങ്ങളോട് പാക്കണമേ. എന്നാൽ ഞാൻ എന്തൊക്കെ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. അത് എന്റെ വലത്ത് നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ അന്യാധികൾ ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭധരിക്കുകയും ചെയ്തു. നീതിയിൽ നിഷ്ഠപ്പെട്ടു ഞാൻ എന്റെ രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സോപ്പാവിടെ എന്നെ മേത്തടിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ അസികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങൾ നിന്റെ തിരുവും തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെ മായിച്ചു കളയണമേ. വെടിപ്പുള്ള എന്നെ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നെടുക്കുകയും അരുതേ. എന്താലോ നിന്റെ ആത്മാവ് രക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ നിർക്കമക്കാരെ നിന്റെ വഴിപഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ തുതിക്കും. കർത്താവേ, എന്റെ അതിനുകൾ എനിക്ക് തുറക്കണമേ. എന്റെ വായു നിന്റെ സ്തുതികളെ പാടും. എന്നാൽ ബലികൾ നീഷപ്പെട്ടില്ല, ഹോമബലികൾ നിരപായുധമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങി ഹൃദയത്തെ നിരസിക്കുന്നില്ല. സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയുടെ കൊടി ബലികളിലും ഉമ്മ ബലികളിൽ നിന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിൽ മേൽ കാളുകൾ ബലിയെ കരേറും. ദൈവമേ, തിനുകമാകുന്നു. ബാറക്കുമോ നീ മാത്രം കാരുണ്യാബ്ദേ ദേവേശ കൈകാടെന്നെയ ധൂർത്താത്മജനെന്നതുപോലെ കൃപ ചെയ്യേന്നിൽ തന്നോടദാനത്താൽ പ്രേക്ഷകരിൽ ജ്ഞാനം ചേർത്തോ സുധദേവ ജ്ഞാന പ്രാപിപ്പ വാനോ മോദിക്ക ദാസദൻ പരികർമ്മത്തിൽ സർവേശ തന്നി വയേവനെ ചേർത്തവനായി ഭൂവാസികൾ സ്തോത്രം പാടോ. ആത്മാവാസാൽ പാപവിമോചനമേകുന്നോൻ ദേവേശ പാവനരാവാൻ നിൻ സേവനയെ വാഞ്ചിപ്പോരെ നിർമ്മലരാക്കുമോ സ്വല്ലബോലബറോവൽ റൂഹോ കദീശോ മെന്നോലം താദാസുദാത്മാവ എന്നും ത്രിയേകസ്ഥിതന ഈശന്നായി മൂന്നായുയരുന്ന സ്തുതിയും സ്തോത്രവും അനവരത ചേർന്നിടട്ടെ. സൗമൻ കാലോസ് കുറിയേലായിസോ സ്നേഹന്മാതലവ ശീമോനോ ഇടയന്മാകുടയോ ചാന്ന നിന്നിൽ ഞാൻ വരമേൽപ്പിച്ചതു നീ എങ്ങനെ ചെയ്യും സൂക്ഷിക്ക കേട് ശണ്ടയമേ ശാതി
വീരോടിടവക തീടുക വിധിയിൽ കൈതവമില്ലാത്ത ന്യായാധിപകർത്തെ മുമ്പിൽ ചെന്നു കണക്കേൽപ്പിക്കേണം ബറോവൽ റൂഹോ കദീശ സീനായി മലയിൽ മുൾച്ചെടിയിൽ മോശയോടോരിതമോദി കാർത്തൻ വന്നിഹനീ മിസ്രൈനിൽ ചെന്ന ഇസ്രായേലിനെ വീണ്ടിടുക തിരുസഭതൻ കാവൽ ശാന്തി രക്ഷയുമാകണമേ കർത്തൻ തൃതാർത്ഥത്തിൽ മേവുന്ന പിതൃസുത വിമലാത്മാവിനായി സഭ നൽകും നദിയും സ്തുതിയോ പ്രിയോറാഹിമലരുവാതാറേ ബറക്മോർ വളരെ കരുണയുള്ള കർത്താവേ, ഇന്ന് യഹൂദ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ പുത്രന്റെ സമർപ്പണത്തിൽ സകലത്തിൽ ഉത്കൃഷ്ടമായ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ ധൂപം നിന്റെ പൈതൃക കൃപയാൽ പ്രീതിയോടെ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിച്ചു പുകഴ്ത്തിക്കൊണ്ട് നിർമ്മല സേവനത്താൽ നിന്റെ വിശുദ്ധാലയ ശുശ്രൂഷ ചെയ്യുവാൻ ഇവനെ നീ യോഗ്യനാക്കണമേ. ഹോ ബറക് മോർ ഹോ ശബുൽ സുബാൻ ലവൽ മേ പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽ കേട്ടേൻ ഇദേവ നിങ്ങളെ റീച്ചതൊഴി ചിങ്ങൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോ സ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവരഹസ്യത്തെ അറിയിച്ചത് വാഗ്മേയത് കൊണ്ടോ ആയിരുന്നില്ല. കുരിശിൽ തറയ്ക്കപ്പെട്ടവനായ യേശുമിശിഹായെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാവുന്നതായി ഞാൻ നിങ്ങളുടെ അടുക്കൽ ഭാവിച്ചിട്ടില്ല. ഞാൻ വലിയ ഭയത്തോടും വിറയലോടും കൂടിയാണ് നിങ്ങളുടെ അടുക്കൽ സ്ഥിതി ചെയ്തത്. നിങ്ങളുടെ വിശ്വാസം മാനുഷിക ജ്ഞാനത്തിൻ്റെ അല്ല, ദൈവിക ശക്തിയുടെ ഫലമായിരിക്കാൻ വേണ്ടി എൻ്റെ വർത്തമാനവും പ്രസംഗവും വിജ്ഞാനപരമായ വാക്ചര്യത്തോടെ കൂടിയല്ലവയായിരുന്നു. പിന്നെയോ ആത്മാവിൻ്റെയും ശക്തിയോടും പ്രദർശനത്തോടും കൂടെയായിരുന്നു. ഞങ്ങൾ പൂർണ്ണന്മാരുടെ ഇടയിൽ ജ്ഞാനം സംസാരിക്കുന്നു. അത് ലൗകിക ജ്ഞാനമല്ല, നശ്വരമായ ഐഹികാധികാരങ്ങളുടേതുമല്ല. പിന്നെയോ മറവായിരുന്നതും ദൈവം മുൻകൂട്ടി ലോകങ്ങൾക്ക് മുമ്പേ നമ്മുടെ മഹിമയ്ക്കായിട്ട് വേർതിരിച്ചിരുന്നതുമായ ദൈവിക ജ്ഞാനത്തെ രഹസ്യമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു. ഇഹലോകത്തിലെ അധികാരങ്ങൾ ഒരുവനും അതിനെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ പ്രഭാവത്തിനും പ്രഭുവായിട്ടുള്ളവനെ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവത്താൽ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത് കണ്ണാൽ കാണപ്പെട്ടിട്ടില്ല, ചെവിയാൽ കേൾക്കപ്പെട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ അത് പ്രവേശിച്ചിട്ടുമില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ആമീനാഹായ് ബാറക്കുമോ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ വഴി കാട്ടിടും കർത്താവേ, തെളിയിച്ചിടുക നിൻ പാദ. നീ സത്യം വഴിയിൽ ഭംഗ്യ എന്നെ നയിക്കണമെപ്പോഴോ. ഹല്ലേലൂയ. നമ്മുടെത്തോടും
സഹായത്തോടും ഓണത്തോടും ചേർത്ത് നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹ വിശുദ്ധ വിങ്ങലിയൊന്നിലെ ദൈവത്തിന്റെ ജീവന്റെ വചന്റെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. വരുവാനിരിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷകനായി തന്നെ ഏറ്റവന് സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ആത്മാവിന്റെ ശക്തിയോടെ ഗലീലായ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികൾ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ വളർന്ന നസ്രയത്തിൽ അവൻ വന്നു. ശാബത്തിൽ തന്റെ പതിപോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. പുസ്തകം വാങ്ങിവിടരുത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന ഭാഗം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷകന് തിരികെ കൊണ്ടുവന്നിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണാവങ്കൽ പതിഞ്ഞിരുന്നു. അവനവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം അവ ആശ്ചര്യപ്പെട്ടു. ഇവൻ യൗസേപ്പിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവനവരോട്, വൈദ്യാ, നീ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർനഹൂമിൽ ഉണ്ടായിക്കേണ്ടതെല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയുന്ന നിശ്ചയം. ഒരു പ്രവാചകന് നിന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രായേൽ പല വിധവമാരുണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാ സീദോനിലെ സാരഫ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ എല്ലാവരുടെ അടുക്കലേക്കും ഇലിയാവിനെ അയച്ചില്ല. അവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സിറിയാക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. പള്ളിയിലുള്ളവർ ഇത് കേട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി. ഒരു പട്ടണം അണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോരു നടുവിൽ കൂടി കടന്നുപോയി. ഉശൈനോ കുറിയലൈസോൻ കർത്താവിനെ തന്നെ സ്തുതിപ്പിൻ. തന്റെ പ്രബലമായ ആകാശമുള്ളവനെ സ്തുതിപ്പിൻ. സീനായി ഗിരിമേലാഗതനായി പാവനമാക്കിയ പരിശുദ്ധ ഈ അടിയാനിൽ വന്നരുളി ശുദ്ധീകരണം നൽകണമേ. പ്രിയലൈസോൻ തന്റെ പ്രാബല്യത്താൽ അവനെ സ്തുതിപ്പിൻ. തന്റെ മഹിമാധികത്താൽ അവനെ സ്തുതിപ്പിൻ. പരനാഗതനായി സീനായിൽ കൈവപ്പതുമോ ശേകി മോശയദഹരോനം നൽകി വന്നിതു യോഹന്നാനോളോ. പ്രിയലൈസോൻ കാഹളനാഥൻ അവനെ സ്തുതിപ്പിൻ.
കിന്നരങ്ങളാലും വീണകളാലും അവനെ സ്തുതി. നിബിയന്മാരാലുര ചെയ്തോൻ സ്നേഹന്മാരിൽ സ്ഥിതി ചെയ്തോ ആയാത്മാവിവനിൽ വാസം ചെയ്തിവനെ നിർമ്മലനാക്കോ. കുറിയനായിസാൻ തപ്പുകളാലും മദ്ദളങ്ങളാലും അവനെ സപിൻ രാഗാസുഖമുള്ള കമ്പികളാൽ അവനെ സപിൻ. പ്രഭാകൃതിയിൽ താണതി സുതനുടെ ശിരസിൽ പാർത്തവനാം റോഹാവന്നി ദാസരിലും പരിശുദ്ധത നൽകിയിടട്ടെ. കുറിയനായിസാൻ ശ്രുതിമധുരമുള്ള കൈത്താളങ്ങളാൽ അവനെ സപിൻ ശബ്ദത്താൽ ആത്മവിളകളാൽ അവനെ സപിൻ. കർത്താവിനെ സ്തുതിപ്പിൻ ജീവനുള്ളതൊക്കെയും അവനെ സ്തുതിക്കട്ടെ. മാളികയിൽ സ്നേഹന്മാർ വാസം ചെയ്തോരു വിമലാത്മ വന്നു വസിച്ചിദാസനും ആശീർവാദം നൽകട്ടെ. ബാരക്കുമോ സ്തുത്യൻ പരിശുദ്ധൻ താതൻ തിരുസുതനെയാഗതനാക്കി പാർത്ഥിവൻ പാവന ഗർഭത്തിൽ സിദ്ധർത്തമലതയോ ചേർത്താൻ മെൻപോലം വാദമുൽപോലം സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പിതാവിൽ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സ്വരാംശൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സ്ഥലം നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൃഷ്ടപ്രകാരം പരിശുദ്രൂഹാൽ നിന്നും ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരയെ തീർന്ന മനുഷ്യനായി പന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. കക്ഷതനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ ഫലത്തെ പാത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മൊത്തത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിനവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുള്ള ഗൃഹായാലും കാതോലിക്കവും സ്ലീഹികവുമായ ഏകവിശുദ്ധതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാണെന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉറപ്പിനും വരുവാനേക്ക് ലോകത്തിലെ പ്രതിജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമീൻ പാർക്കുമോ സമീങ്കലോസ് ക്രിലായിസോ. കർത്താവയുടെ അടുത്ത് വന്നെ സ്വർഗീയ നൽവരത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസനെ യഹൂദയ്ക്കനായി നീ പൂർത്തീകരിക്കണമേ. നീ ദയാലോ നിന്നെ വിളിക്കുന്ന എല്ലാവരോടും കനിയുന്നവനും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ റൂഹായുടെ വാഴ്ച പ്രബലതരവുമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഭക്ത്യാദരവോ ഡിങ്ങേത്തി സത്യമതം വിശ്വാ
വാസത്താൽ നിർമ്മലമദ്ബഹ മുമ്പിൽ മൗലി നമിച്ചു പരിസ്ഥിതനാം താതാ നിന്നുടെ സന്നിധിയിൽ മാനസദൃഷ്ട്യാ സൂക്ഷിച്ചും സ്വർഗീയവരമതുവാഞ്ചിക്കോ നിന്ദാസന്തൻ മൗലിയതിൽ പൈതൃകമാതിരുഹിതമതിനാലും റോഹാദൻ തുണയതിനാലും യേശു മസിഹ തൻ കൃപയെ വിരവോടു വർഷിച്ചയക്കേണമേ. Oid Goriom Carbo Men Texad Coruyo Dargo Defdegno Barakmo Bashmodabo Dabro Ruhaya Kadisha Lahai Dal Olamulmi Gilnanyo Ravarudeya Brahmasamayam Rohadan Krabayalivanil Vannidan Namellarum Prarthikam. നാം എല്ലാവരും അടച്ച് 3 പ്രാവശ്യം കുറിയലായി സോന നേറ്റില്ലണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. ദൈവമേ നീ കരുണാമനസ്സിന് മനുഷ്യപ്രീതിയുമുള്ളവനാകയാൽ നിനക്ക് നിന്റെ പുത്രനും നിന്റെ പരിസരവും സ്തുതിയും ആരാധനയും ആധിപത്യവും ആദരവും യുക്തമായിരിക്കുന്നു. ഓശോ വക്കുലിസ്ബാൻ ലോൽമീൻ. ആമീൻ. കർത്താവേ, ഞങ്ങളുടെ രക്ഷകനായ യേശുമിശിഹായ്ക്ക് പുണ്യഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫലഭൂയിഷ്ടമായ ഒലിവ് വൃക്ഷം പോലെ ഇവനെ നീ നട്ടു വളർത്തണമേ. തനിക്ക് നിനക്ക് നല്ലവനും നിന്നോടൊന്നായി ചെയ്യുന്നവനുമായ നിന്റെ റൂഹായ്ക്കും സ്തുതിയും ബഹുമാനമാധിപത്യവും യുക്തമായിരിക്കുന്നു. ഹോശോ വക്കുലിസ്ബാൻ ലോൽമീൻ. ദൈവമേ, നീ കരുണയിൽ പ്രീതിപ്പെടുന്നവനും മനുഷ്യാസ്നേഹമുള്ളവനുമാകയാൽ നിനക്ക് നിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനമാധിപത്യവും വന്ദനവും യോഗ്യമാകുന്നു. ഹോശോ വക്കുലിസ്ബാൻ ലോൽമീൻ. Et Esra
pagito kadiso daloko Kuriako efdekno Lamat pahe kadishe The ido so kadisho so The maraiso malangaraito The ito surioito orthodoxaito The Australia, New Zealand, Singapore, Malaysia Rahma Vidventehe Sevitandia The Kursios Lihoyo Antioquia Roma Lamshiko Varhima Menshiko Kuriakos Efdekno Lamatbe Kadishe The Duxo, the Orthodoxo, the Katma Estamhas Barakmo, Bashmo Dabo, Dabro, Madruhayo Kadisha, La'aye Dal Olamulmi. ദൈവമേ നിന്റെ ഏകപത്ന കരുണ മൂലം നിന്റെ സമൃദ്ധി ഇവൻ പ്രാപിക്കുമാറാകണമേ തന്മൂലം തന്നോടും പരിശുദ്ധനും ഉത്തമനും വന്ദനം ജീവൻ നൽകുന്നവനും സാരാംശനോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടും ഒന്നിച്ച് നിനക്ക് സ്തുതിയും ബഹുമാനമാധിപത്യം യോഗ്യമായിരിക്കുന്നു Tishvatali kara hedrorum rom at lisa yusa kadista shavia busia Tishvatali kara hedrorum rom at lisa yusa kadista shavia busia Tishvatali kara hedrorum Roma Lisa Yusa Kadis Shavia Busia Valsaino Velionado Yadita Kadis Todalo Tishvatali kara hedrorum Roma Lisa Yusa Kadis Shavia Busia Valsaino Velionado Kadis Todalo Tishvatali kara hedrorum Romo et lisa yusa kadis shavia busia Tishvatali kara hedrorum Romo et lisa yusa kadis shavia busia
ഞാൻ ദൈവത്തിന്റെ ഭവനത്തിൽ ഞാൻ ദൈവത്തിന്റെ ഭവനത്തിൽ മഹത്വമുള്ള സൈത്യവൃക്ഷമായി മഹത്വമുള്ള സൈത്യവൃക്ഷമായി ദൈവത്തിന്റെ പരിശുദ്ധ സഭയുടെ ദൈവത്തിന്റെ പരിശുദ്ധ സഭയുടെ സമാധാനത്തിനും കെട്ടുപണിക്കുമായി നിലകൊള്ളും. ഞാൻ ദൈവത്തിന്റെ ഭവനത്തിൽ മഹത്വമുള്ള സൈത്യവൃക്ഷമായി ദൈവത്തിന്റെ പരിശുദ്ധ സഭയുടെ സമാധാനത്തിനും കെട്ടുപണിക്കുമായി നിലകൊള്ളും. ഞാൻ ദൈവത്തിന്റെ ഭവനത്തിൽ മഹത്വമുള്ള സൈത്യവൃക്ഷമായി ദൈവത്തിന്റെ പരിശുദ്ധ സഭയുടെ സമാധാനത്തിനും കെട്ടുപണിക്കുമായി നിലകൊള്ളും. എഫ്ദേക്കിന് സ്ഥാന ശുശ്രൂഷ ഇവിടെ പര്യവസാനിച്ചിരിക്കുന്നു. ഇന്നു മുതൽ ശുമാശൻ എഫ്ദേക്കിനായിട്ട് അറിയപ്പെടും. നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരാ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കൽ നിന്ദാസൻ ദാവീദിൻമൂല കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാനുപദേശിച്ചിടുമേ സാക്ഷിയെയും ബാരിക്കുമോ മിൻപോലും ബാദാമിൽ പോലും സ്പർശിച്ചുള്ള പാദങ്ങൾ ബുക്കുധ്യാന ദ്വാരങ്ങൾ വാനവരത്തു വസിക്കേണം സ്തോമെൻ കാലോസ് കുരിയേലായിസോ പരിചരിജന്മാചാര്യന്മാരെ പരമാനന്ദ ലോകത്തിൽ പരിചോടിയെ ചേർക്കട്ടെ ബാരിക്കുമോ സോനോ ശുശ്രൂഷകരാം വൈദികരെ ഉയർപ്പിൽ വലിയൊരു നാളിങ്കൽ അവർക്കേകണമേ മുഖകാന്തി ഒറിയോരാക്കി മേലൈനു ആധാരേ ബലിപീഠത്തിലിരിപ്പുണ്ട് നിർമ്മലരായി പരികർമ്മിപ്പോ ആചാര്യർക്കവ ചൂടിയിടും നാമട്ടസ്മരണം പിതാവും പരിശുദ്ധവുമായും വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറവരെയും എനിക്ക് സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനെ ഞങ്ങളുടെ പുനരുത്ഥാനത്തിന് ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവീകരണത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്നതിന് ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസനായ പാപപരിഹാരം ഇറങ്ങുമാറാകണമേ.
Hoila Masionizo, Ubarekai Lagan Shana Sagutai, Nangamli Lavarovat Moyakira, Lahosayo the Hobby, Shipkona Datahe, Algali Zavedak Domaik, Moravalokan Lulmin. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിസ്സങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേൽ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് അത് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. Moravalakhalolmin Moranishimishiho Fagaro Kadisha de Kalan Wat Oyakiro de Sinan Luldino Lalat Bata Nevelan Elolahai Furkonot Kulan Rakhim Allah. സ്തുതി പാടും കബറടഞ്ഞോർമ്മൻ ശരണം നീ മൃതതന്നുയർപ്പും നീ തന്നെ ഹല്ലേലൂയ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത നിന്റെ മഹാകന്യെ പ്രതി ഞങ്ങൾ നിന്നെ സ്വാഗതം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശ്വാസങ്ങളുടെ അനുഭവം മുഖാന്തരം ഞങ്ങൾ ശിക്ഷാർഹരായി തീരാതെ നിന്റെ പരിശുദ്ധ റൂഹായോടുള്ള സംബന്ധത്തിന് അർഹരായി ഭവിക്കണമേ. ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരുടെയും കൂട്ടത്തിൽ ഓഹരിയും അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവൻ നൽകുന്നവനും സാരാംശം നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായും പോഴപ്പോഴേക്ക് സ്തുതിസ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വക്കുലിസ്ബാൻ ലവൽമീൻ. നിങ്ങളെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈകൊള്ളുന്നതിന് ശേഷം വീണ്ടും കാനുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങൾ കന്നാ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വക്കുലിസ്ബാൻ ലവൽമീൻ.
പരമോന്നതമാം പദമതിലമരു പരനാം ദേവാ കൃപ നിറയും നിൻ തിരുനയനത സൂക്ഷിക്കണമേ ചർത്തിടണമേ ഞങ്ങളെ ദിവ്യ ശ്ലീപാതണലിൽ താവക കൃപയി പൂജക നിഘവേ വശിക്കണമേ കഴുകിടണമേ കരകളെയല്ല തിരുസാപ്പായ ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ ശോകം നിറയ ലോകനിവാസ വിട്ടുപിരിഞ്ഞോ കേകുകമോദ ശോഭനമാകും ശാശ്വത ഗേഹേ. ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാം. മറിയാമിൻ സ്മരണം വരദായകമാകാ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട. സീലുൻ ബിശ്ലോമോ ഹൈൻ വാബിഭായ്. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാവർഷത്തോടും വാഴുകളോടും കൂടെ പരിസമഹനീയമായ തൃപ്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥര് സമീപസ്ഥര് ജീവനുള്ളവരും മരിച്ചുപോയവരും കർത്താവിൻ്റെ വിജയ സ്ലീബായ രക്ഷിക്കപ്പെട്ടവരും മമദീസായുടെ റൂഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ പിതൃത്വം നിങ്ങളുടെ കടങ്ക പരിഹാരം നൽകും. നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും. നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ബലഹീനം പാപിയുമായ ദാസനാകുന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കന്നെ സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങളോ സന്തോഷാനം കൊണ്ട് സമാധാനത്തോടെ പോകുവിൻ. എന്നേക്കും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Son Moran Srahamalai Mara Sramalai Moran Ramalai Shivala Mara Shivala Mara Shivala Sabralo Lambarakmu Sugasanayang Nabidavi. നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടി സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിങ്ങളുടേതാകുന്നു. ആമേൻ. പറഞ്ഞൊരുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ കർത്താവായ യേശു മശീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ ക്രിസ്തുവിനെ ഉയർത്തുമറിയമേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവും പുത്രനും വിശ്വരൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തെ തനിക്ക് സ്തുതി. നമ്മുടെ മേത്തിൻ്റെ കന്യയും മനോഗുണവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. എത്രയും വന്യവൈദികരെ, ബഹുമാനപ്പെട്ട ശമാശന്മാരെ, സ്നേഹം നിറഞ്ഞ ദൈവജനമേ, കുഞ്ഞുമക്കളെ, ഒരിക്കൽ കൂടി ഈ വിശുദ്ധ ദേവാലയത്തിൽ വരുവാനും
നിങ്ങളോടൊത്ത് പ്രാർത്ഥിപ്പാനും ബലിയർപ്പിക്കുവാനും കൃപ നൽകിയ സർവശക്തനായ ദൈവത്തെ മുന്നമേ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കരുണയ്ക്കായ സ്തുതി. ഇന്ന് വായിക്കപ്പെട്ടതായ എവൻഗേലിയൻ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 58 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്ത് നമ്മുടെ കർത്താവായ യേശു മിശിഹ തൻ്റെ തിരുശരീരങ്ങൾ, രക്തങ്ങൾ അനുഭവിക്കുന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. കർത്താവ് വളരെ വ്യക്തമായിട്ട് അരുളി ചെയ്തിരിക്കുക. യഹൂദന്മാർ തന്നെ കേട്ടുകൊണ്ടിരുന്നവർ, അവർക്ക് പഴയ നിയമത്തിൽ നിന്ന് അവർ വായിച്ചറിഞ്ഞിട്ടുണ്ട്. മോശയുടെ കാലത്ത് ഇസ്രായേൽ ജനത്തെ മോശ മിസ്രയീമിൽ നിന്നും വിടുവിച്ച്, അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് ദൈവം വാഗ്ദത്തം ചെയ്ത നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അനേക വർഷങ്ങൾ തന്നെ മരുഭൂമിയായ പ്രദേശങ്ങളിലൂടെ അവർ അലയുവാനായിട്ടിടയായിത്തീർന്നു. ഒരു സന്ദർഭത്തിൽ അവർക്ക് ഭക്ഷണമില്ലാതെ വരികയും ദൈവം സ്വർഗത്തിൽ നിന്ന് മന്നായും കാടായി അവർക്ക് നൽകിയിരുന്നു. സ്വർഗത്തിൽ നിന്ന് നൽകിയ മന്ന ഭക്ഷിച്ചാണ് അവർ ജീവിച്ചത്. കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, ആ മന്ന ഭക്ഷിച്ച് മരിച്ചുപോയി, എന്നാൽ ഞാൻ നൽകുന്ന ഈ മന്ന സ്വർഗീയമാകുന്നു, അത് താൻ തന്നെയുമാകുന്നു. താൻ തന്നിൽ തന്നെ ജീവനുള്ള ദൈവമാകയാൽ തൻ്റെ തിരുശരീര രക്തങ്ങൾ മുഖാന്തരമായി നമുക്ക് ജീവനുണ്ടാകുമെന്നാണ് കർത്താവ് ഈ ഭാഗത്ത് അരുളി ചെയ്യുന്നത്. ഈ 6-ാം അധ്യായം 58-ാം വാക്യത്തിന് ശേഷം 60 വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ കുറെ മനുഷ്യര് ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് തന്നെ വിട്ടുപോകുവാനായിട്ട് മുതിരുന്നുണ്ട്. ആ സന്ദർഭത്തിലും കർത്താവ് താൻ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് കാണാം. കാരണം തന്നിലുള്ള വിശ്വാസത്തോടുകൂടെ കർത്താവ് സഭയിൽ ക്രമീകരിച്ചിരിക്കുന്ന ആ കാൽവരിയുടെ തുടർച്ചയായ വിശുദ്ധ കുർബാന എന്ന ബലി, അതിലൂടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്കായി നൽകപ്പെട്ടിരിക്കുകയാണ്. അത് കൈക്കൊള്ളാതെ മാറ്റമില്ല, ജീവനുണ്ടാകുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കർത്താവിൻ്റെ ഒരു നയം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊരു സന്ദർഭത്തിൽ ഒരു ശുശ്രൂഷ വേളയിൽ കരം പിരിക്കുന്നവർ, ടാക്സ് പിരിക്കുന്നവർ വന്ന് പത്രോസ്ലിഹായോട് നിങ്ങളുടെ ഗുരു കരം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ്ലിഹ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇത് ചിന്തയോടെ പ്രവേശിക്കുമ്പോൾ കർത്താവ് അവനോട് ചോദിക്കുകയും, ആരാണ് കരം കൊടുക്കേണ്ടത്, ഭവനത്തിലെ മക്കളോ അതോ അന്യരോ എന്ന് ചോദിക്കുന്നു. സ്വന്തം ഭവനത്തിലെ മക്കളല്ല, അതായത് സ്വർഗീയ പിതാവാം ദൈവത്തിൻ്റെ ഭവനമാകുന്ന സഭയിൽ പുത്തൻ തമ്പുരാൻ കൊടുക്കുവാൻ ബാധ്യസ്ഥനല്ല എന്ന് വ്യക്തമാക്കി. എങ്കിലും നീ പോയി കടലിൽ ചൂണ്ടയിടുക, അതിൽ കിട്ടുന്ന ആദ്യം മത്സ്യത്തിൻ്റെ വായ് തുറന്ന് അതിൽ കിട്ടുന്ന ദ്രമപ്പണം എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക, അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാനായിട്ട് എന്ന് കർത്താവ് കൽപ്പിക്കുന്നു. ഭൗതികമായ കരം കൊടുക്കുന്ന കാര്യത്തിൽ അവിടെ കർത്താവ് കൊടുക്കുവാൻ ബാധ്യസ്ഥനല്ലെന്ന് വെളിപ്പെടുത്തുന്നുവെങ്കിലും താൻ ആ ഭൗതിക കാര്യങ്ങളിൽ അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തരാൻ, ഒരു ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കൊടുപ്പിൻ. എന്നാൽ എൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന കാര്യത്തിൽ ഇത് കഠിനവാക്കെന്ന് പറഞ്ഞ് പലരും തന്നെ വിട്ടുപോകുമ്പോൾ കർത്താവ് അത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. വിശ്വാസ സംബന്ധമായ കാര്യത്തിൽ, നമുക്ക് ആത്മീയ ജീവൻ ലഭിക്കുന്ന കാര്യത്തിൽ, നമ്മുടെ രക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അതാണ് കർത്താവിൻ്റെ ദയ. ഭൗതിക കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകളാകാം, എന്നാൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, രക്ഷയ്ക്കായിട്ടുള്ള കാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. കർത്താവ് തന്നെ നയം നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നാമും ഈ നയം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചേ മതിയാവും. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ മോശമായി തീരാതിരിക്കുവാൻ വിട്ടുവീഴ്ചകൾ ചിലപ്പോൾ ആവശ്യമായി വരും. അത് വ്യക്തികൾ തമ്മിൽ മാത്രമല്ല, ഭവനങ്ങൾ തമ്മിൽ മാത്രമല്ല,
സഭയിലെ ഇടവകൾ തമ്മിൽ മാത്രമല്ല, സഭകൾ തമ്മിൽ മാത്രമല്ല, ഭൂലോകത്ത് ഉള്ള സകല മനുഷ്യരും സ്ഥാനങ്ങളിലും തമ്മിൽ അങ്ങനെ ഒരു നയം സ്വീകരിച്ചാൽ പ്രശ്നങ്ങൾക്കൊക്കെയും എത്രയും വേഗത്തിൽ പരിഹാരമുണ്ടാകും. എന്നാൽ മനുഷ്യൻ പലപ്പോഴും കഠിനഹൃദയനായി മാറുകയാണ്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയാണ്. അത് നാം ഉപേക്ഷിക്കണം. വിശ്വാസസംബന്ധ കാര്യങ്ങളിൽ ആ വിട്ടുവീഴ്ച വേണ്ട, അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. മിശിഹായെ വിട്ടിട്ട് മറ്റൊരാളെ ദൈവമായി സ്വീകരിക്കണമെന്ന് ആരെങ്കിലും ഉപദേശിച്ചാൽ അതിന് നാം വശംവദരാകേണ്ട. തിരുവെഴുത്തുകൾ അനുസരണമായിട്ടുള്ള വിശ്വാസ കാര്യങ്ങളിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വേണമെന്ന് ആരെങ്കിലും നിർബന്ധിച്ചാൽ ആ വിശ്വാസ സംബന്ധമായ വിഷയത്തിൽ നാം ഒരിക്കലും ചാഞ്ചല്യപ്പെടരുത്, വിട്ട് അകന്നു പോകരുത്. അത് ഉറച്ചു നിൽക്കണം. സ്നേഹമുള്ളവരെ, ഈ ഒരു വലിയ സന്ദേശമാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തിയാൽ നമുക്കും നമ്മുടെ ഭവനങ്ങൾക്കും നമ്മുടെ ഇടവയ്ക്കും സഭയ്ക്കും അത് അനുഗ്രഹത്തിനായി തീരും. പ്രകാരമായി തീരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭാഗം സംബന്ധിച്ചുള്ള വാക്കുകൾ ചുരുക്കുന്നു. ഇന്ന് നമ്മുടെ വാത്സല്യവാനായ സിബിശമാശൻ, അദ്ദേഹത്തിൻ്റെ മാമോദീസ പേര് കുര്യാക്കോസ് എന്നാണ്. അദ്ദേഹം എഫ്തേക്കിനോ സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട് സ്ഥാനത്ത് ആക്കിയിരിക്കുകയാണ്. അത് ഈ ഇടവകയിൽ വെച്ച് സംഭവിക്കുവാനിടയെ അത് ഇടവയ്ക്ക് അനുഗ്രഹമാണ്, ഇടവയ്ക്ക് അംഗീകാരമാണ്. ഈ ദേശത്തിനും അത് അനുഗ്രഹത്തിനായി തീരട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഒരു സന്ദർഭത്തിൽ 22-ലാണെന്ന് ഓർക്കുന്നു, ചമ്മാച്ചനെ കുറുയുമായി വഴിക്കുവാനിടയായി. പല ഇടവകകളും ഈ ഞായറാഴ്ച ദിവസം കാലത്ത് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ വന്നാൽ അനുവദിക്കാറില്ല. ക്ഷമയോടെ സമയം നൽകിയ ഇടവകങ്ങളോടുള്ള നന്ദിയും ഈ സ്നേഹത്തിൽ അറിയിച്ചു കൊള്ളുന്നു. മറ്റൊരു കാര്യം, നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഈ ഭദ്രാസനത്തിലെ പുതിയ ഒരു ഭരണകർത്താവ് താമസിയാതെ വരും. ബലഹീന എൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലത്തോടെടുത്തിരിക്കുകയാണ്. ഇവിടെയുള്ള ശുശ്രൂഷയുടെ മറ്റൊരവസരത്തിൽ വന്ന് നിങ്ങളോട് നന്ദി പറയുവാൻ അവസരം ലഭിക്കുമോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാനിവിടെ വന്ന സന്ദർഭങ്ങളിലൊക്കെയും എന്നെ കരുതുകയും സ്നേഹത്തോടെ ശുശ്രൂഷിക്കുകയും ചെയ്ത, കൈക്കൊള്ളുകയും ചെയ്ത അന്ന് എല്ലാ കാലങ്ങളിലെ വൈദികർ, പള്ളി ഭാരവാഹികൾ, അതുപോലെ ഇടവചനങ്ങൾ ഓരോരുത്തരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി നീട്ടുന്നില്ല. ദൈവമായ കർത്താവ് തൻ്റെ എൻ്റെ വലിയ തൃക്കൈ നീട്ടി, ബലമേറിയ തൃക്കൈ നീട്ടി നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ഇനിയും കാത്ത് സംരക്ഷിച്ചു കൊള്ളുവാറാകട്ടെ. വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഇടവക ഇനിയും തുടർന്ന് അതുപോലെ തന്നെ തുടരണം. അതിനായി ഉത്സാഹിച്ചുകൊണ്ട് ദൈവതിരുനാമത്തിൻ്റെ മഹത്തീകരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് എല്ലാവർക്കും ഇനിയും മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.